ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കാനാണ് ECG എടുക്കുന്നത്? ബസറടിക്കണം, ബസറടി. ആ ശരിയാണ്. ഉറപ്പാണ്? ഉറപ്പന്നെ. ഉറപ്പാണ്. എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉറപ്പല്ലേന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല ഉറപ്പിച്ചിരിക്കുന്നു. ബാക്കി അവയവങ്ങൾക്ക് ECG എടുത്താൽ അത് ഞാൻ പറയാറുണ്ട്. ചോദിച്ചതാ. അത് അവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും. ഞാൻ ECG ഇതിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതറിയാണ്ടാണ് അതിലടിച്ചത്. അത് ഇതൊന്നും അറിയാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ ചോദിച്ചത്. മേഡം ഇലക്ട്രോ കാർഡിയോഗ്രാം. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയമല്ലേ? അപ്പൊ ഹാർട്ട് അല്ലേ ഉത്തരം? കണ്ടുപഠിക്കുക. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഉത്തരങ്ങളെ നമ്മൾ കൊടുക്കാറുള്ളൂ അല്ലേ? ഓക്കെ. രണ്ടുപേരിൽ ആരാണ് ഷോപ്പ് ചെയ്യാൻ പോണേ? എന്തായാലും നീ തന്നെ പോയിക്കോ. വീട്ടില് സജിലയാണോ ഷോപ്പ് ചെയ്യാൻ പോണേ? ഞാനും ഷോപ്പ് ചെയ്യും, ഇവനും ഷോപ്പ്. അപ്പൊ സജിലയാണ് പോവാൻ പോണേ അല്ലേ? റെഡി? ഓൾ ദി ബെസ്റ്റ്. ഷൂ അയച്ചോട്ടെ. വീട്ടിലേക്കുള്ളതല്ല, ഇവിടത്തേക്കുള്ളതാ. ഓക്കെ, നമുക്ക് കൊണ്ടപ്പോണം. എല്ലാം മിഥുനങ്ങ് എടുത്തു പോകും. 1000 രൂപയുടെ സാധനം ഉണ്ട്, ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അപ്പൊ സജ്ലി റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. പിടിച്ചോ. സാധനങ്ങൾ ചൂസ് ചെയ്യണം. നോമ്പുകാലല്ലേ, വീട്ടിലേക്ക് കുറവുള്ളതൊക്കെ നോക്കിയെടുത്തോ. 10 more seconds ആണ് ഇനി ബാക്കിയുള്ളത്. 10 സെക്കൻഡ്. 8 7 6 5 4 3 അടിപൊളി അടിപൊളി. എന്താ 4 പേര് വന്നുള്ളോണ്ടേ കൊടുക്കാല. വളരെ ബുദ്ധിപരമായി ആദ്യം എടുത്ത സാധനം മാഗി. ഇവിടെ പാവപ്പെട്ടവൻ കിടന്ന് വിളിയോട് വിളിയായിരുന്നു. ഞാൻ ആ മഞ്ഞ കളർ കണ്ടപ്പോ മാഗി വെച്ച ട്രാഷ് ബാഗ് ആയിരുന്നു അവിടെ. അപ്പൊ മാഗിയുടെ വില നോക്കണ്ടേ? 2 എണ്ണം ഉണ്ട്. 55 into 2 110. ഓക്കെ, ബൂസ്റ്റ് കളർ മാച്ച് ചെയ്തെടുത്ത ബൂസ്റ്റ് 299. അടിപൊളി അടിപൊളി. അതായത് 409 നിൽക്കാണ്. 409. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഒരു സാധനത്തെ, അത് ഏറ്റവും അവസാനം ഞാൻ എടുക്കാം. 78. 487 ആയി. വൈകുന്നേരത്തേക്ക് ചെയ്യാം. അച്ചാറാന്ന് മേടിച്ചെടുത്തതാ. 85 572. കോക്കനട്ട് ഓയിൽ വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. 156. അപ്പൊ എത്രയായി? 728. 2 സാധനവും കൂടിയേ ഉള്ളൂ. 140. എത്രയായി? 868. നമ്മളെല്ലാം എടുത്തല്ലോ അല്ലെ? എല്ലാം കാണിച്ചല്ലോ. ഇനി ഒരൊറ്റ സാധനമേ ഉള്ളൂ ബാക്കി. ഇനിയുണ്ടാ? ആ സാധനം സെറ്റാണ്. കിട്ടോ? ഉറപ്പാണ്. എന്ത് കിട്ടും? പണി കിട്ടും. എന്താന്ന് പറയാ, ഏലക്കാണ്. എത്ര രൂപ കുഞ്ഞി പാക്കറ്റാ. കുഞ്ഞല്ല, അത് വലുതാ. ബിരിയാണി മേടിക്കാൻ ചേട്ടാ, ബിരിയാണി മേടിക്കാൻ 3 ഏലക്ക മേടിച്ചതിന് എത്രയെന്ന് എനിക്കറിയുള്ളൂ. ഇത് 3 ഏലക്കയുടെ വില എത്രയായിരുന്നോ? 10 12 20 25 30 35. ഇത് എത്ര ഗ്രാം ഉണ്ടാവും? ഇതെനിക്ക് തോന്നുന്നു 250 എന്തായാലും വരും. 1 കിലോ വരും. താത്ത 600 700 800. അത് നോക്കാനൊന്നും ഇല്ലാതല്ലേ? ഇപ്പൊ ഇതുവരെ എത്രയായി? 800. എന്തൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? 860. വെരി ഗുഡ്. ഈ പാക്കറ്റിന് 460 റുപ്യ. ഈ ചില്ലൊക്കെ 1328. അല്ലെങ്കിൽ ഞാൻ സാധനം വാങ്ങിക്കുമ്പോ എപ്പോഴും കൂടി പോകുമ്പോ അല്ല, ഒരു കോംപ്രമൈസിലേക്ക് പോവാം. നമുക്ക് 500 എടുത്തോളൂ, 300. അത് കറക്റ്റ് ആണ്. അങ്ങനെ ഒരു കോംപ്രമൈസ് എത്തിയാലും ഓക്കെയോ അല്ലേ? അതെ, രണ്ടുപേരും കൂടി ചേർന്നുള്ളത്. എന്നാ അവിടത്തെ ഇവിടത്തെ നിയമം അത് അനുവദിക്കുന്നില്ല. സലീലിന്റെ അടുത്ത് പറയരുത്. ഇനി ഒരു കുഞ്ഞു പാക്കറ്റ് ഏലക്കേ കുഞ്ഞു പാക്കറ്റ് ഏലക്കേ. തീരുമാനമായില്ലേ സജിലി? സോറി. 1328 സാധനം
ഇതങ്ങ് തിരിച്ചു കൊടുക്കാട്ടാ. നല്ല സാധനങ്ങളായിരുന്നു. സെലക്ഷൻ നല്ല സെലക്ഷൻ ആയിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാ ആ, പോകുന്നത്? എവിടെയാ മോളെ ഇത് നല്ല മനസ്സിലായില്ലേ? സെലക്ഷനാ. ഒരൊറ്റ പാക്കറ്റ് ഏലക്കയിലെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അതെ എന്നാ പിന്നെ ഏലക്കായ കുറച്ച് പൊട്ടിച്ച് അവിടെ കളഞ്ഞിട്ട് എടുക്കാം. പക്ഷെ എന്റെ കണ്ണിൽ അത് ചെറിയ പാക്കറ്റ് ആയിരുന്നു. കുക്ക് പറഞ്ഞ പോലെ എല്ലാം കൂടി വലിയൊരു ബിരിയാണിയിൽ 3 ഏലക്ക ഇന്ന് കണ്ണനിട്ടിട്ടില്ല അതുകൊണ്ട് സത്യങ്ങളൊക്കെ വെളിവാറുണ്ട്. വിളിച്ചു പറയല്ലേ